പേര് ജൂന. എൻ്റെ ലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട, അതായത് ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഹെയറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പാർട്ട് 1 ഞാൻ ഫേസ് നമുക്ക് നല്ല ഗ്ലോയിങ് ആയിട്ട് കാണാൻ, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ട കാര്യങ്ങളാണ് ഞാൻ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരെ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇപ്പം ഞാൻ അതുപോലെ ചെയ്താണ് എൻ്റെ ഫേസ് ഇപ്പോഴും ഇങ്ങനെയുള്ളത്. ഇപ്പോൾ ഒരു മേക്കപ്പും ഇല്ല. ഈ നെറ്റിയൊക്കെ നമുക്ക് ചെറുതായിട്ടുള്ളവർക്കും അതുപോലെ ചെയ്താൽ, അതായത് ഇവിടെയുള്ള ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല വലിയ നെറ്റിയായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതാണ് ഞാൻ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് പാർട്ട് 2. ഇതിൽ ഞാൻ ഹെയറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പം ഒട്ടിക്കിടക്കുന്ന മുടി, പിന്നെ അല്ലെങ്കിൽ കുറച്ച് കട്ടിയൊക്കെ കുറവുള്ള മുടിക്ക് നമുക്ക് കുറച്ചുകൂടെ വോളിയം തോന്നാൻ, നന്നായിട്ടൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു ഷൈനിങ്ങോടെ നല്ലൊരു സ്മൂത്തായിട്ട് എല്ലാം നല്ലൊരു സ്റ്റൈലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവും ഞാൻ അതുപോലെ ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം മുടി നന്നായിട്ട് നല്ല വോളിയം തോന്നുന്നുണ്ട്. അത്രയ്ക്ക് അങ്ങ് എനിക്ക് മുടി ഇല്ലാത്ത കൂട്ടത്തിലും അല്ല, ഞാൻ കുറച്ച് മുടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം എന്നാലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴിങ്ങനെ മുടി കട്ട പിടിച്ച് നിൽക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം അതൊന്ന് നല്ല ഒരു വോളിയം തോന്നേണ്ട വിധത്തിലാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പം അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഈ മുടി. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അധികം സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിനു മുന്നേ പറയാൻ മറന്നുപോയി, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് തലേന്ന് രാത്രി തിളപ്പിച്ച് അടച്ച് വെച്ച വേപ്പിന്റെ വെള്ളമാണ്. ആര്യവേപ്പിന്റെ വെള്ളം. ഒരു 4 കതിർപ്പ് വേപ്പില, ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. എന്നിട്ട് അത് അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് പിറ്റേന്നാണ് ഇതെടുക്കുന്നത്. അപ്പോഴേക്കും ഇതിന്റെ സത്തൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം മുടിക്ക് വളരെ നല്ലതാണ്, താരൻ മാറാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. അടുത്തത് അലോവേരയുടെ ജെല്ലാണ്. ഇത് ഇവിടെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. കറ്റാർവാഴയുടെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനുള്ളിലെ ജെല്ലി പോലത്തെ ഭാഗം ചുരണ്ടിയെടുത്തതാണ്. അതാണ് ഇത്. പിന്നെ വേണ്ടത് ഒരു മുട്ട. മഞ്ഞയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർ വെള്ളയെ മാത്രം എടുത്താൽ മതി. മുട്ടയുടെ വെള്ളയും മഞ്ഞയും മുടിക്ക് ഒരുപോലെ തന്നെ നല്ലതാണ്. മുടിക്ക് തിളക്കം ഉണ്ടാവാനും അതുപോലെ തന്നെ സ്മൂത്ത് ആവാനും നല്ല പ്രോട്ടീൻ റിച്ചും ആണ് മുട്ട. അതുകൊണ്ട് ഒരു മുട്ട. അപ്പോൾ ഈ ഒരു മുട്ടയും ഈ കറ്റാർവാഴയുടെ ജെല്ലും നന്നായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചാണ് മുടിയിൽ സ്പ്രേ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ട ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ തൊട്ട് അല്ലെങ്കിൽ കോട്ടണോ അങ്ങനെ എന്തെങ്കിലും ഒന്നിലും തൊട്ടിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാനിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നത്. ഈ കറ്റാർവാഴയും മുട്ടയും കൂടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും. എന്നിട്ട് ഇതിന്റെ ഇല മാറ്റി ഈ വെള്ളവും കൂടി ചേർക്കും. നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഈ വേപ്പില മാറ്റി അതിൻ്റെ വെള്ളം മാത്രം എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടെടുക്കാം.
അരച്ചെടുത്തത് കളയണ്ട, അതും കൂടി എടുക്കാം. എന്നിട്ട് ഈ അരിപ്പയിൽ ചിലപ്പം ഈ അരിപ്പയിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം. ഇത് നിറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു സാധനം കൂടി നമ്മൾ ചേർക്കും. അതായത് ഓയിൽ. നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അത് കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇപ്പം ചേർക്കുന്നത് നീരാറ്റി വെച്ച എൻ്റെ ഒരു വെളിച്ചെണ്ണയാണ്. നീരാറ്റിയ ഒരു എണ്ണയാണ്. ഇത് തീരാറായി. അപ്പം ഇത് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെയാലും മതി. അപ്പം ഇത് കുറച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഇതിൽ തന്നെ ഒരു കോട്ടൺ വെച്ച് ഇതിന് തൊട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ തൊട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. സ്പ്രേ ബോട്ടിൽ ഉള്ളത് കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഇതിൽ കൊള്ളുന്നുള്ളൂ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ബാക്കി കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ മുടി നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. ആകെപ്പാടെ ഒരു പറ്റിപ്പിടിച്ച് ഒരു ഷൈനിങ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മുടി ഇരിക്കുമ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എത്ര ചീവിയാലും കെട്ടിയാലും ഒന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ സ്പ്രേ ഞാനിപ്പോൾ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഇങ്ങനെ മുടി വകച്ച് മാറ്റി സ്കാൽപ്പിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേപ്പൊക്കെ താരന് വളരെ നല്ലതാണ്. താരൻ പോലുള്ള താരനൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുട്ടയും അലോവേരയും ഒക്കെ മുടി വളരാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ എല്ലാ മുടിയുടെ മുകളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് സമയം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുടി കെട്ടിവെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് തൊട്ടൊരു 30 മിനിറ്റ് വരെ നമുക്കിതുപോലെ കെട്ടിവെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഷാമ്പു സ്കർഫോൾ ആണ്. സ്കർഫോൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഇതൊരു ആയുർവേദിക് ഷാമ്പു ആണ്. ഞാനിതിൻ്റെ റിവ്യൂ മുന്നേ ചെയ്തിട്ടുണ്ട്. താരന് വളരെ നല്ലൊരു ഷാമ്പു ആണ്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഇത് 100 ml-ന് 190 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമുക്ക് സാധാരണ ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടും. അപ്പം ഞാനിത് കുറച്ച് ഒരു കപ്പിലെടുത്തിട്ട് അതിൽ വെള്ളവും കൂട്ടി യോജിപ്പിച്ചാണ് തേക്കാറ്. ഡയറക്റ്റായിട്ട് അങ്ങനെ എടുക്കാറില്ല. ഡയലൂട്ട് ചെയ്ത ശേഷമേ ഉപയോഗിക്കാറുള്ളൂ. ഏത് ഷാമ്പു ആണെങ്കിലും നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത് തന്നെയാണ് വളരെ നല്ലത്. അപ്പം ഇപ്പം മുടിയിൽ എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ എൻ്റെ മുടി കഴുകി ഡ്രൈ ആയിട്ടുള്ള കാഴ്ചയാണിത്. നല്ല ബൗൺസ് ചെയ്ത് നിന്നിട്ടുണ്ട്. നല്ല ഒന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും നിൽക്കാതെ വിട്ട് നല്ല ഷൈനിങ് ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് വിറ്റാമിൻ സി സിറം ഉപയോഗിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എന്ത് മാറ്റമാണ് ഉള്ളതെന്ന് നിങ്ങളോട് പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം മാറ്റം എന്ന് പറയാൻ എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നില്ല. അതായത് ഇടയ്ക്ക് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യുന്നതൊന്ന് ഇടയ്ക്ക് ഓരോ ദിവസങ്ങളിൽ വിട്ടുപോയി, ചില കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയി. അതുകൊണ്ട് പിന്നെ തുടർച്ചയായിട്ട് ഞാൻ യൂസ് ചെയ്തില്ല. അപ്പോൾ ചെറിയ മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ. എന്തായാലും സ്കിൻ ഒരു സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഹെയർ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെറിയ പിമ്പിൾസ് വരാറുണ്ട്. ആ ഒരു കുഴപ്പം കൊണ്ടുള്ള കുറച്ച് കലകളൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി ഞാൻ ആ ഒരു ബോട്ടിൽ ഫുള്ള് ഉപയോഗിച്ച ശേഷം ഉള്ള മാറ്റം നിങ്ങളോട് പറയാം. പിന്നെ അപ്പോൾ അതാണ് വിറ്റാമിൻ സി സിറത്തിൻ്റെ കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഹെയർ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്താൽ ഹെയറിന് എല്ലാം കൊണ്ട് തന്നെ നല്ലതാണ്. നമുക്ക് വോളിയം തോന്നിക്കാൻ മാത്രമല്ല, മുടി വളർച്ചയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ, ടേക്ക് കെയർ.